300 തിയേറ്ററിലേക്ക് ചിത്രം വ്യാപിപ്പിക്കുകയാണ്. ഗൾഫിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് ബ്രഹ്മയുഗം. അതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. മലയാളികളെ അല്ലെങ്കിൽ തമിഴരാവട്ടെ, ഹിന്ദിയിലാവട്ടെ, തെലുങ്കിലാവട്ടെ, മറ്റ് ഏതു ഭാഷയിലാവട്ടെ മൊഴി മാറ്റി ചിത്രം പോയിരിക്കുന്നു, വൻ വിജയം നേടിയിരിക്കുന്നു. ആരെങ്കിലും മലയാള സിനിമയിലെ പോട്ടെ, ഇന്ത്യൻ സിനിമയിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്റ്റാർ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ചെയ്യാമെങ്കിൽ പകുതി മീശ വടിച്ച് അദ്ദേഹം നടക്കും. റോള് എടുത്ത് ഇത്രയും മലയാളത്തിൽ ഇത്രയും ഗംഭീരമാക്കി വിജയിപ്പിച്ച മമ്മൂക്കാക്ക് സല്യൂട്ട്. ആരും അഭിനയിക്കപ്പോ ഇങ്ങനെ ഇതേപോലെ റോള് ഇപ്പോഴത്തെ നടമാട്ടം പറ, ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പറ. ഇത്ര സ്റ്റാർ വാല്യൂ ഇരിക്കുന്ന ആള് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വിനായകനും ഒന്നും പറയണ്ട, രണ്ടും മരണമാസം. ഒരു ഡയറക്ടറിന്റെ ആദ്യത്തെ ഡയറക്ഷനാണ് ഈ ചിത്രം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഹിറ്റടിച്ച മറ്റൊരു ചിത്രം ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇറങ്ങിയ പ്രേക്ഷകർ പറയുന്നു, മമ്മൂക്ക അല്ലാതെ മറ്റൊരു മനുഷ്യനെ കൊണ്ടും ഇതുപോലൊരു റോൾ എടുത്ത് ചെയ്യാൻ പറ്റില്ല. 100% വെല്ലുവിളിക്കുന്നു. അപ്പോഴാണ് കിഴി എന്ന് പറയുന്ന 2 യൂട്യൂബർമാർ, അവർ കിഴി എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു, 2 പേരാണ് അവർ ഈ മമ്മൂക്കയുടെ കാസ്റ്റിംഗ്, ഈ സിനിമയുടെ പരാജയം വലിയ കാസ്റ്റിംഗ് ആണെന്ന് അവർ പറയുന്നു. അല്ല, ഗംഭീരമായ പടം. ഇതേ കണക്കൊരു നടനെ കൊണ്ട് ആരെങ്കിലും അഭിനയിക്കാൻ പറ്റും, ഇന്നത്തോടെ നമ്മൾ നിർത്തും. അതാണ് മമ്മൂക്കയുടെ അഭിനയം. വിനായകനെ കട്ടക്കേട്ടൊക്കെ അഭിനയിക്കണം. സൂപ്പർ. ഈ സിനിമ മലയാളത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മമ്മൂക്കയെ പോലത്തെ ഒരു കഥാപാത്രം, ഒരു മനുഷ്യൻ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുമോ എന്നുള്ളത് അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്.